ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും നട്ടു വളർത്താൻ പറ്റുന്നതും മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ളതുമായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് വള്ളിപ്പയർ അല്ലെങ്കിൽ പച്ചപ്പയർ എന്ന് പറയുന്നത്. നന്നായി നട്ടു വളർത്തിയിട്ടും വിളവെടുക്കാൻ പറ്റുന്നില്ല, പൂക്കളുണ്ടായിട്ടും കായ്കൾ പിടിച്ചു കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. പയറിൻ്റെ ഒരു പൂവ് പോലും പൊഴിഞ്ഞു പോകാതെ മുഴുവനും കായായി കിട്ടാനുള്ള ഒരു കിടിലൻ ട്രിക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇത് നമ്മൾ ഇന്നലെ വാങ്ങിച്ചെടുത്തിരിക്കുന്ന ഒരു പയറിൻ്റെ വിത്താണ്. ഇതേപോലത്തെ വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടോ, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരാം. അപ്പോൾ ഞാൻ ആ പയറിൻ്റെ വിത്തുകൾ പൊട്ടിച്ച് ഒരു രാത്രി മുഴുവനും വെള്ളത്തിനകത്തിട്ട് രാവിലെ നമ്മളതിനെ വാരി വെച്ചു. വാരി ഇതേപോലൊരു തുണിക്കകത്ത് കെട്ടി വെച്ചതാണേ. അപ്പോൾ കണ്ടോ, വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് എല്ലാം തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് പാകി കൊടുക്കാം. ഇത് നമ്മളുടെ ടെറസിൽ നിറച്ച് വെച്ചിരിക്കുന്നൊരു പാത്രമാണ്. മറ്റെന്തോ നട്ട് വളർത്തി വിളവൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം കാലിയായിട്ടിരിക്കുന്ന പാത്രമാണ്. അപ്പം ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് വിത്ത് പാകുവാണ്. വലിയ വിസ്താരമുള്ള ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്കൊരു 3 സ്ഥലത്തായിട്ടൊക്കെ പാകാം. ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു 2-3 ഇതിനകത്തൊരു ഞാൻ 4 വിത്ത് 4 മുളച്ചതാണ്. മുളയ്ക്കാതെ ഇട്ട് കഴിഞ്ഞാൽ എനിക്കിവിടെ എലി കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഞാൻ മുളപ്പിച്ചിടുന്നത്. അല്ലെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ കാണിച്ച വിത്തുകളാണെങ്കിലേ നേരിട്ട് പാകി വെച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, അവർ കിളുത്തു വന്നോളും. എന്നിട്ട് ഇതുപോലൊന്ന് വെള്ളം കൂടെ തളിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, 3-ാം ദിവസം അവർ മുളച്ച് പൊങ്ങി വന്നോളും. അങ്ങനെ പയർ മുളച്ചതിന് ശേഷം പയർ കിളിർത്ത് വന്ന് ഒരു 3-4 ഇല പരുവം മുതൽ നമ്മൾ വളം ചെയ്യണം. അതിന് വളപ്രയോഗം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വിശദമായ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ചില്ലി ജാസ്മിൻ പയറിൻ്റെ വളപ്രയോഗം എന്നടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് കണ്ടിട്ട് നമുക്ക് അതുപോലെ ചെയ്താൽ പയർ വളരെ വേഗത്തിൽ വളർന്നു വരികയും നമുക്ക് വിളവ് പെട്ടെന്ന് തരികയും ചെയ്യും. ഈ പയർ ചെടി കണ്ടോ, ഇതുപോലെ വളർന്ന് കയറി വന്ന് ഇതുപോലെ പൂവൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. പൂവുണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്, ചില പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, അത്രയും വരെ എത്തി. അപ്പോൾ നമ്മൾ ഈ ചെടിയിലോട്ട് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം കണ്ടോ, കറുത്ത ചെറിയ നീങ്ങുന്ന ചിറകുകളൊക്കെയുള്ള എന്തോ ഒരു ജീവിത ഇതിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുവാണേ. ഇവരാണ് മുഞ്ഞകൾ. വളരെ ചെറിയ ജീവികളാണ്. അടുക്കിയ പോലെ ഇരിക്കുവാണ്. നമ്മൾ സാധാരണയുള്ള പരിപാടികളൊന്നും ചെയ്താൽ ഇവരെ നമുക്ക് മാറിക്കിട്ടുകയില്ല. പയർ വളർത്തുന്നവർക്ക് അറിയാം അതിൻ്റെ ഉപദ്രവം. ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇവർ ഈ പയറിൻ്റെ പൂക്കളെല്ലാം കൊഴിച്ചു കളയും. അതുപോലെ പയറിൻ്റെ വളർച്ച കുറയ്ക്കും. അതുപോലെ ചിലപ്പോഴാണെങ്കിൽ പയറിനെ തന്നെ അവർ മുഴുവനായും നശിപ്പിച്ച് കളയും. പൂക്കളുണ്ടാകുന്ന സമയത്താണ് ഇവന്മാരുടെ ശല്യം തുടങ്ങുന്നത്. അപ്പം ഒരു ദിവസമായിട്ടുള്ള ഇന്നലെ ഞാനിത് കണ്ടുപിടിച്ചതാണേ. അപ്പം ഞാനിത് എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്ന് ഇല്ലാതാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളും അതുപോലെ ചെയ്തു നോക്കിക്കോ. അതിന് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളമാണ്. ഇത് ഇന്നലത്തെ കഞ്ഞിവെള്ളം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ്. 1-2 ദിവസം പുളിച്ചതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതൊരു ഏകദേശം ഒരു 1/2 ലിറ്ററോളം കഞ്ഞിവെള്ളം വരും. അപ്പം ഞാൻ ഈ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ചേർക്കുന്ന അടുത്ത സാധനം എന്ന് പറയുന്നത് ഇത് കുറച്ച് വെളുത്തുള്ളി അരച്ചതാണേ. ചിലതൊക്കെ അരയാതെ കിടപ്പുണ്ട്, ചതച്ചിട്ടതാണെങ്കിലും മതി, കുഴപ്പമില്ല. അപ്പം ഞാൻ ഇതേപോലെ ഇരിക്കുന്ന അരച്ചുകൊണ്ട് വന്ന വെളുത്തുള്ളി നല്ലോണം ഞെരടി ചേർക്കുവാണേ. മിക്സിക്കകത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്താലും മതി. ഇത് ഈ വലിയ കഷ്ണങ്ങളായതുകൊണ്ട് അരയാൻ വിട്ടു പോകുന്നതാണ്. അത് ഞാൻ ഈ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ച് കലക്കുവാണേ. അപ്പം നല്ലതുപോലെ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി ചതച്ചതിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് എന്നാണെന്നറിയോ, ഇത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണേ. എത്ര നാളിരുന്നാലും കേടാകത്തില്ല. വെള്ളം വീഴാതെ നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിനകത്തോട്ട് അതായത് ഒരു 1 ലിറ്ററിനകത്തോട്ട് 3 മില്ലി വരെ മതി കേട്ടോ. ഇതിനകത്ത് മിക്സ്ചറും കൂടെ ഉണ്ട്. ഞാനിത് അരിക്കാതെ വെക്കുന്നത് കൊണ്ടാണ് കുറച്ച് കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നിക്കുന്നത്. അപ്പം നമ്മൾ ആ ഫിഷ് അമിനോ ആസിഡും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കണം. ഇനി ഇതിനെ ഞാൻ ഒന്ന് അരിച്ചെടുക്കുവാണേ. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ നല്ലോണം അരിച്ചെടുത്തു കണ്ടോ. ഇനി ഈ അരിച്ചെടുത്തതിനെ ഞാൻ ഈ സ്പ്രേ ബോട്ടിലിനകത്തോട്ട് നിറയ്ക്കാൻ പോവാണേ.
ഇതുപോലത്തെ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ കുപ്പിക്കകത്ത് നമ്മൾ സ്പ്രെയർ പിടിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളതോ അങ്ങനെ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. നമുക്കൊരു സ്പ്രേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഞാനിത് ഒഴിച്ച് നിറച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് പ്രഷറാക്കുവാണേ. കുറച്ച് നേരം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്കുള്ള പ്രഷറായി കിട്ടും. നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഈ ചെടിയിലോട്ട് എവിടെയാണോ മുഞ്ഞകളൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അവിടേക്ക് നല്ല ശക്തിക്ക് ഇതിനെ അടിച്ചു കൊടുക്കണം. ഈ അടുത്തടുത്ത് നിൽക്കുന്ന ചെടികളിൽ മുഞ്ഞ പിടിക്കാത്തതേ ഉണ്ടെങ്കിൽ അതേലും കൂടെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം പറന്നു പോകുന്ന ചില കീടങ്ങളുണ്ട്, അവർ ചെന്ന് അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇത് നല്ലോണം സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതിനുണ്ടല്ലോ മുഞ്ഞകളെ മാത്രമല്ല പയറുകൾക്ക് നന്നായി ഉപദ്രവം ചെയ്യുന്ന മറ്റൊരു കീടമാണേ ചാഴികൾ. അവരെയും ഇല്ലാതാക്കും നമ്മൾ ഈ സ്പ്രേ ചെയ്യുക വഴി. അപ്പം ഞാൻ അടുത്ത് നിൽക്കുന്നതിനൊക്കെ സ്പ്രേ ചെയ്തിട്ട് വരാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കുറച്ച് സോപ്പ്, ഇത് ലിക്വിഡ് സോപ്പ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഈ സോപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫലപ്രദമായിട്ടുള്ള മുഞ്ഞയെ നശിപ്പിക്കാനുള്ള മാർഗ്ഗമാണ്. നമ്മളിത് ചെയ്യേണ്ടത് എപ്പോഴാണെന്നറിയോ? കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങുന്ന ഒരു 10-10:30 പോലത്തെ സമയത്താണ് ചെയ്യുന്നത്. വളരെ നല്ലത്. അപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കുറച്ച് കഴിയുമ്പം തട്ടിയാൽ നമുക്കറിയാം അത് മുഴുവനും പൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാം. ഈ പയർ കണ്ടോ, ഇതേപോലെ ഞാൻ വളർത്തിയെടുത്തിരിക്കുന്നതാണേ. ഇതിലൊരൊറ്റ മുഞ്ഞയുടെ പോലും ശല്യമില്ല. പയറുണ്ടായിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ നീളം വെച്ച് ദേ മോളീന്ന് തുടങ്ങിയിരിക്കുന്നതാണേ. അതുമാത്രമല്ല എല്ലാ പൂക്കളും ദേ കായ്കളായി മാറുന്നുണ്ട്. നിറയെ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. ഈ പയറിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ, നല്ല നീളത്തിൽ വരികയും ചെയ്യും. അതുപോലെ നല്ല ഇരുണ്ട പച്ച നിറത്തിലുള്ള പയറാണേ. ഈ പയറിൻ്റെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ പയറിൻ്റെ വിത്തുകൾ ആവശ്യമുള്ളവർക്ക് എത്തിച്ചേരാം. ഈ പയറിൻ്റെ വിത്തുകൾ മാത്രമല്ല, നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നട്ടു വളർത്താൻ ആവശ്യമായ ഏതെങ്കിലും തരത്തിലുള്ള വിത്തുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ അത് എത്തിച്ചു തരാം. അപ്പം ഇന്ന് കാണുന്നവരെല്ലാം വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം. നിങ്ങളുടെ പയറിലും മുഞ്ഞകളുടെ ശല്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തവരെ നമുക്ക് രക്ഷിച്ചെടുക്കാം. പിന്നെ പയറിൻ്റെ അറ്റം ഇങ്ങനെ നേർത്തതായിട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അത് മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവാണ്. അത് ഇലകളിൽ തളിച്ചു കൊടുക്കുകയോ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്ത് നമുക്ക് ചെടികളെയും വിളവുകളെയും രക്ഷപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ വിളവെടുപ്പും കൂടെ നടത്തിയിട്ട് വരാവേ. ഇതൊരു ചെറിയ വെള്ളരിക്കയാണേ. അപ്പം നമ്മുടെ സാലഡ് കുക്കുംബറിൻ്റെ കൂടെ വളർന്നു വന്നതാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് വിളവെടുക്കുവാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ സാലഡ് കുക്കുംബറിൻ്റെ കാര്യം തീരാറായ ലക്ഷണമാണ്. ഒത്തിരി കാലം സ്ഥിരമായിട്ട് നിന്നൊന്നും കായ്ക്കുന്നതല്ല. നമുക്കിപ്പോൾ ഒരു കുറേ കായ്കൾ വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത് സ്നോ വൈറ്റ് ആയിരുന്നേ. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി നോക്കിയതാണ്. ഇത് നല്ല ഇനം സാലഡ് കുക്കുംബർ തന്നെയാണ് കേട്ടോ. നല്ല പച്ച കളറിൽ, ഇരുണ്ട പച്ച കളറിൽ. ഇവിടെ ദേ 2-3 പാവയ്ക്ക ദേ ഈ പാവലെ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ അപ്പുറത്തും ഉണ്ട്. ഞാൻ ഈ 2 എടുക്കുന്നുള്ളൂ, അല്ലേ കറി വെച്ച് തീരത്തില്ല. ഇതൊരെണ്ണം കൂടെ ഉണ്ട്. കവർ ഇടാഞ്ഞുകൊണ്ട് അത് വളഞ്ഞു വിരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടോ. അത്യാവശ്യം നീളമുള്ള ഒരു ടൈപ്പാണ്. ഇതൊന്നും തന്നെ ഞാൻ കവറൊന്നും ഇട്ടിട്ടില്ല, കിട്ടുന്നാൽ മതി. ഇത് അവിടെ കിടന്ന് പഴുത്തും പോയി. ഇനി നമുക്ക് എവിടെയെങ്കിലും പാകി വെളുത്താം. ഇതൊരു വെളുത്ത മുട്ടവഴുതനയാണേ. അപ്പം ഞാൻ ഇതങ്ങ് വിളവെടുത്തു, അല്ലേ ഇവിടെ കിടന്ന് വിളഞ്ഞു പോകും. ഇവിടെ ഞാൻ 2 പേരയ്ക്ക കെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ മൂടിയിട്ടെങ്കിൽ മാത്രമേ എനിക്ക് ഒരു പേരയ്ക്കെങ്കിലും ഇവിടുന്ന് തിന്നാനായിട്ട് കിട്ടത്തുള്ളൂ. ഇതേ കണ്ടോ, നല്ല സൂപ്പർ സാധനമാണ്. അതുപോലെ ഇത് ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടേ. നമ്മൾ ഇന്നലെ റൊളീനിയ വിളവെടുത്തപ്പം വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടണം റൊളീനിയെക്കുറിച്ചുള്ളൊരു അഭിപ്രായമേ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല 2 പേരയ്ക്ക കൂടെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ടാലേ നമ്മളുടെ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.